വെൽക്കം ഓൾ സ്റ്റുഡൻസ് ടു ടുഡേയ്സ് ക്ലാസ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിൽ കൂടി നമ്മൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടോപ്പിക്കുകൾ സോഷ്യോളജിയായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു. സോഷ്യോളജി എന്താണെന്നും സോഷ്യോളജിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്നും എഡ്യൂക്കേഷണൽ സോഷ്യോളജി എന്താണെന്നും അതിൻ്റെ ധർമ്മങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, സാമൂഹിക ഘടനയും അതിൻ്റെ ധർമ്മങ്ങളും, സോഷ്യൽ സബ്സിസ്റ്റംസ് എന്താണെന്നും അതിന് എഡ്യൂക്കേഷനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് പുതിയ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യൽ സിസ്റ്റം ആൻഡ് എഡ്യൂക്കേഷൻ ആസ് സോഷ്യലൈസേഷൻ. സോഷ്യൽ സിസ്റ്റവും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം സാമൂഹ്യവൽക്കരണത്തിൽ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത്. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സോഷ്യലൈസേഷൻ എങ്ങനെ നടക്കുന്നു കുട്ടികളെ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് കുട്ടികളെ എന്ത് ചെയ്യുന്നുള്ളൂ, സാമൂഹ്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നുള്ളൂ. സോഷ്യോളജി വ്യൂസ് എഡ്യൂക്കേഷൻ ആസ് എ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യോളജി എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തെ കാണുന്നത് എങ്ങനെയെന്നറിയാം, സാമൂഹ്യവൽക്കരണത്തിന് ഒരു പ്രക്രിയയായിട്ടാണ്. അപ്പോൾ കുട്ടികളെ സാമൂഹ്യവൽക്കരിക്കാനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, എഡ്യൂക്കേഷനെ കാണുന്നത്. ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ബോത്ത് ബയോജനിക് ആൻഡ് സോഷ്യോജനിക് നീഡ്സ്. ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ, വ്യവഹാരം എന്ന് പറയുന്നത് അത് തീരുമാനിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും രണ്ട് നീഡ്സിൻ്റെ ബേസിലാണ്. ഒന്ന് ബയോജനിക് നീഡ്സ്, രണ്ടാമത് സോഷ്യോജനിക് നീഡ്സ്. ബയോജനിക് നീഡ്സ് മീൻസ് എന്താണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മോട്ടീവ്സും ഒക്കെ തൃപ്തിപ്പെടുത്തുക, ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് മുതലായ എല്ലാ നമ്മുടെ ശാരീരികമായിട്ടുള്ള മോട്ടീവ്സ് അത് ഫുൾഫിൽ ചെയ്യുക, ആ നീഡ്സ് ഫുൾഫിൽ ചെയ്യലാണ്. സോഷ്യോജനിക് നീഡ്സ് പറഞ്ഞാലോ, സാമൂഹികമായിട്ട് കുട്ടിക്ക് ഒരു വ്യക്തിക്ക് എന്തൊക്കെ നീഡുണ്ടോ അതെല്ലാം തന്നെ എന്ത് ചെയ്യുക, അതെല്ലാം ഫുൾഫിൽ ചെയ്യലാണ്. ഹ്യൂമൻ ബിഹേവിയർ ഈസ് ഡിറ്റർമിൻഡ് ബൈ സച്ച് മോട്ടീവ്സ് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്, സ്ലീപ്പ് എക്സെട്ര ആൻഡ് ആൾസോ ബൈ സർട്ടൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, നോംസ്, വാല്യൂസ് എക്സെട്ര. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ബിഹേവിയർ ഡിറ്റർമിൻ ചെയ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബയോജനിക് ആയിട്ടുള്ള നീഡ്സ്, മോട്ടീവ്സ്, അത് ഹങ്കർ, തേസ്റ്റ്, സ്ലീപ്പ്, വിശപ്പ്, ദാഹം, അതുപോലെ തന്നെ ഉറക്കം മുതലായ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ആൾസോ ബൈ സർട്ടൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ്, സാമൂഹികമായിട്ടുള്ള ചില മനോഭാവങ്ങൾ, നോംസ്, മാനദണ്ഡങ്ങൾ, അതുപോലെ വാല്യൂസ്, മൂല്യങ്ങൾ, ഇതുപോലെ കുറേ കാര്യങ്ങൾ സോഷ്യൽ നീഡായിട്ട് ഓരോ വ്യക്തിക്കും ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതാണ് സോഷ്യോജനിക് നീഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻ ഇൻഡിവിജ്വൽ ഹാസ് ടു ലേൺ ആസ് ഹി പാസസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഒരു വ്യക്തിക്ക് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് നമ്മൾ പഠിച്ചതാണ് സൈക്കോളജിയിൽ. ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്നുണ്ട്. ഓൾ ദീസ് റെഫർ ടു ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. ഇതെല്ലാം തന്നെ സോഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. നമുക്ക് മീനിങ് ഓഫ് സോഷ്യലൈസേഷൻ എന്താണ്, സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന് അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം. സോഷ്യലൈസേഷൻ ഈസ് എ പ്രോസസ് വിച്ച് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ നോളജ് ഓർ സ്കിൽ ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ എയ്തർ ഡിഫറെൻറ്റ് ഓർ സെയിം ജനറേഷൻ. അതൊരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അതിലെന്ത് ചെയ്യുന്നു, ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും, ഔപചാരികമായിട്ടും അനൗപചാരികമായിട്ടുള്ള നോളജ് ഓർ സ്കിൽ അല്ലെങ്കിൽ നൈപുണികൾ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക, വ്യാപിപ്പിക്കുന്നു. ഒന്നുകിൽ ഇൻ എയ്തർ ഡിഫറെൻറ്റ് ഓർ സെയിം ജനറേഷൻ, ഒന്നുകിൽ വേറെ ജനറേഷനിലേക്ക് അല്ലെങ്കിൽ സ്വന്തം അതേ സെയിം ജനറേഷനിലേക്ക്. അതിലേക്ക് എന്ത് ചെയ്യുന്നു, നോളജും സ്കിൽസും എന്ത് ചെയ്യുന്നു, വ്യാപിപ്പിക്കുന്ന ഒരു പ്രക്രിയക്കാണ് എന്ത് പറയുന്നത്, സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. Socialization is a process where a person learns about roles, status and value that should have in a society. ഒരു സമൂഹത്തിലുണ്ടാവേണ്ട എന്താണ്, ഒരു വ്യക്തി ചെയ്യേണ്ട അവൻ്റെ പങ്ക്, റോള്, സ്റ്റാറ്റസ്, അവൻ്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്, സ്ഥാനം എന്താണ്, അതിൻ്റെ വാല്യൂ, മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, പഠിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. അതുപോലെ സോഷ്യലൈസേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ലേണിംഗ്. നിരന്തരമായിട്ടുള്ള പഠനമാണെന്ത് സാമൂഹ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ചിൽഡ്രൻ വിൽ ലേൺ മോർ ബേസ്ഡ് ഓൺ ദെയർ ഓൺ ഇൻട്രാക്ഷൻസ് വിത്ത് അതർ പീപ്പിൾ. കൂടുതലായിട്ട് കുട്ടികൾ പഠിക്കുന്നത്
മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ ഇടപെടലിൽ കൂടിയാണ്, ഇൻട്രാക്ഷനിൽ കൂടിയാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. സോഷ്യലൈസേഷൻ ക്യാൻ ചേഞ്ച് ഇൻഡിവിജ്വൽ ബിഹേവിയർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി അഡാപ്റ്റഡ് ഇൻ ടു കറൻറ്റ് സൊസൈറ്റി. ഒരു വ്യക്തിയുടെ ബിഹേവിയറിന് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാമൂഹ്യവൽക്കരണത്തിന് സാധിക്കും. അത് കറണ്ട് സൊസൈറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് എ സോഷ്യൽ സ്ട്രക്ചർ ഹൂസ് റോൾ ഈസ് ടു ട്രാൻസ്മിറ്റ് നോളജ് ആൻഡ് സ്കിൽസ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യമായൊരു ഘടനയാണ്. അവരുടെ പങ്കെന്താണ്, അതിൻ്റെ പങ്കെന്താണ്, ടു ട്രാൻസ്മിറ്റ് നോളജ് ആൻഡ് സ്കിൽസ്. അറിവും അതുപോലെ നൈപുണികളും എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക, വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്. Schooling is a process of teaching and learning in a formal way that takes place in a classroom. School is a process of teaching and learning in a formal way. ഔപചാരികമായ രീതിയിലുള്ള പഠനവും അധ്യാപനങ്ങൾ കൂടി ഉള്ള പഠനമാണ് എന്ത് സ്കൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എ ഫോർമൽ വേ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ എ ക്ലാസ് റൂം. അതൊരു ക്ലാസ് റൂമിൽ കൂടിയാണ് നടക്കുന്നത്. ഒരു ക്ലാസ് റൂമിലുള്ള ടീച്ചിങ് ലേണിങ്ങിൽ കൂടി കുട്ടികൾ പഠിച്ചെടുക്കുന്നു. അതാണ് സ്കൂളിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് സോഷ്യലൈസേഷൻ പ്രോസസ്സ് എന്താണെന്ന് പരിശോധിക്കാം. അത് സിമ്പിളായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ്. സോഷ്യലൈസേഷൻ ഈസ് ആക്സെപ്റ്റിംഗ്, അക്വയറിംഗ്, അഡ്ജസ്റ്റിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് വാല്യൂസ്, ബിലീഫ്സ്, കസ്റ്റംസ്, എക്സ്പെക്റ്റേഷൻസ്, സോഷ്യൽ സ്കിൽസ് എക്സെട്ര. സോഷ്യലൈസേഷൻ എന്ന് പറയുന്നതാണ് ആക്സെപ്റ്റ് ചെയ്യുകയാണത്, സ്വീകരിക്കുകയാണ്, അക്വയർ ചെയ്യാണ്, അഡ്ജസ്റ്റ് ചെയ്യാണ്, അതുപോലെ താതാത്മ്യം പ്രാപിക്കുകയാണ്. ആൻഡ് അഡാപ്റ്റിംഗ് എന്തൊക്കെ, വാല്യൂസ്, മൂല്യങ്ങളുമായിട്ട്, സമൂഹത്തിലുള്ള മൂല്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് അക്വയർ ചെയ്യുന്നു, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. അതുപോലെ ബിലീഫ്സ്, സമൂഹത്തിലുള്ള വിശ്വാസങ്ങൾ, കസ്റ്റംസ്, കീഴ്വഴക്കങ്ങൾ, എക്സ്പെക്റ്റേഷൻസ്, ഒരു സമൂഹത്തിൽ എന്തൊക്കെയാണ് അതിലുള്ള വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അക്കാര്യങ്ങൾ. അതുപോലെ തന്നെ സോഷ്യൽ സ്കിൽസ്, സാമൂഹ്യമായിട്ടുള്ള നൈപുണികൾ. സാമൂഹ്യ നൈപുണ്യങ്ങൾ നമുക്കറിയാമല്ലോ, നമ്മൾ കോളേജിൽ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നടത്തി സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കിയെടുക്കാനാണ്. സ്നേഹം, സഹകരണം, ഊഴം പാലിക്കൽ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കൽ, ഡെമോക്രാറ്റിക് സ്കിൽസ് ഒക്കെ ഒരുപാട് സോഷ്യൽ സ്കിൽസ് എന്ത് ചെയ്യുന്നു, സോഷ്യലൈസേഷൻ പ്രോസസ്സ് കൂടി എന്ത് ചെയ്യുന്നു, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, അക്വയർ ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യുന്നു, അതുപോലെ അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രധാനമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക, സ്വീകരിക്കുക, അതുപോലെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക, അതിനോട് താതാത്മ്യം പ്രാപിക്കുക. ഇതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിന് പ്രധാനമായിട്ട് ചില 4 കോമ്പണൻസ് ഓഫ് സോഷ്യലൈസേഷൻ. എന്തൊക്കെ കോമ്പണൻസ് നമുക്ക് പരിശോധിക്കാം. സോഷ്യലൈസേഷൻ ഹാസ് 4 നെസസറി കോമ്പണൻസ്. ഒന്ന്, ആൻ ഏജൻറ്റ്. someone serves as source for what is being learned. ഒരു ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഏജൻറ്റ് നമുക്കറിയാമല്ലോ, ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരു സോഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. എന്തിന്, എന്താണ് പഠിച്ചെടുക്കേണ്ടത്, അതിൻ്റെ ഒരു സോഴ്സായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നത്. ആരിൽ നിന്നാണോ കുട്ടിക്ക് കിട്ടുന്നത് അയാൾ ഏജൻ്റാണ്. ആരിൽ നിന്നൊക്കെയാണ് ഈ സ്കിൽസും വാല്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞ മാതിരി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആ പ്രോസസ്സിൽ കൂടി കിട്ടുന്നത്, ആ വ്യക്തിയാണത് ഏജൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ലേണിംഗ് പ്രോസസ്സ്, അതൊരു പഠന പ്രക്രിയ തന്നെയാണ്, പഠനത്തിൻ്റെ ഒരു പ്രക്രിയയാണ്. എ ടാർഗറ്റ് പേഴ്സൺ ബീങ് സോഷ്യലൈസ്ഡ്, അതിനൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ഒരു വ്യക്തി എന്ത് ചെയ്യണം, സോഷ്യലൈസ് ചെയ്യപ്പെടണം. അത് ഒരു ടാർഗറ്റാണ്. ആൻ ഔട്ട്കം, സംതിങ് ദാറ്റ് ഈസ് ബീങ് ലേൺഡ്, ഒരു ഉൽപ്പന്നം ഉണ്ടായി വരണം. അപ്പോൾ സംതിങ് ദാറ്റ് ഈസ് ബീങ് ലേൺഡ്, എന്തൊക്കെയാണ് കുട്ടി പഠിച്ചെടുത്തിട്ടുള്ളത്, അതാണ് ഔട്ട്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 4 കോമ്പണൻസ് ആയിട്ട് കാണുന്നത്. ഇറ്റ് ഈസ് എൻ ഏജൻറ്റ്, എ ലേണിംഗ് പ്രോസസ്, എ ടാർഗറ്റ് ആൻഡ് എൻ ഔട്ട്കം. ഇനി വ്യക്തിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ഈ സാമൂഹ്യവൽക്കരണം നമുക്ക് പരിശോധിക്കാം. സോഷ്യലൈസേഷൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദ ഇൻഡിവിജ്വൽ. ആൻ ഇൻഡിവിജ്വൽ ഹാസ് നോ മീനിങ്ഫുൾ എക്സിസ്റ്റൻസ് unless he considers himself as a member of the society. ഏതൊരു വ്യക്തിക്കും ഒരു സമൂഹത്തിൻ്റെ മെമ്പറായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തില്ല, ഒരു മീനിങ് എക്സിസ്റ്റൻസ് ഇല്ല, അർത്ഥവത്തായിട്ടുള്ള ഒരു നിലനിൽപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ട് തന്നെ ഉള്ള ഒരു ഇൻഡിവിജ്വലിന് എന്തുള്ളൂ, നിലനിൽപ്പ് ഉണ്ടാവുകയുള്ളൂ. ഇറ്റ് ഈസ് സോഷ്യലൈസേഷൻ ദാറ്റ് എനാബിൾസ് ദ ഇൻഡിവിജ്വൽ ടു ഇൻറ്റേർണലൈസ് ഗ്രൂപ്പ് വാല്യൂസ് ആൻഡ് ദസ് എനാബിൾസ് ഹിം ടു അഡ്ജസ്റ്റ്. ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുന്നത് എന്തിനെ,
ടു ഇൻറ്റേർണലൈസ് ഗ്രൂപ്പ് വാല്യൂസ്, ആ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂസ്, അതുപോലെ തന്നെ ദസ് എനാബിൾ ഹിം ടു അഡ്ജസ്റ്റ്, അങ്ങനെ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അവനെ പ്രാപ്തനാക്കുന്നത് എന്താണ്? ഈ സാമൂഹ്യ വൽക്കരണമാണ്. ദ ഈഗോസെൻട്രിക് ബിഹേവിയർ ഓഫ് എ ചൈൽഡ് ഗെറ്റ്സ് മോഡിഫൈഡ് ബൈ ദീസ് ഗ്രൂപ്പ് വാല്യൂസ്. നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടല്ലോ, ഐഡിയൽ സെൽഫൊക്കെ പഠിച്ചില്ലേ? ദ ഈഗോസെൻട്രിക് ബിഹേവിയർ ഓഫ് എ ചൈൽഡ്, ഒരു കുട്ടിയുടെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ, അതായത് സ്വന്തം താല്പര്യങ്ങൾ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള ബിഹേവിയറാണ് ഈഗോസെൻട്രിക് ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മോഡിഫൈഡ് ബൈ ദീസ് ഗ്രൂപ്പ് വാല്യൂസ്. സമൂഹത്തിൻ്റെ മൂല്യങ്ങളാൽ എന്ത് ചെയ്യാണ്? ഈ വ്യക്തിയുടെ ഈഗോസെൻട്രിക് ബിഹേവിയറിന് എന്ത് ചെയ്യാണ്? മോഡിഫൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വന്തം ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് അവൻ്റെ സ്വന്തത്തെക്കുറിച്ച് മാത്രമേ ചിന്ത ഉണ്ടാവുള്ളൂ, സ്വാർത്ഥനായിരിക്കും, സ്വന്തം കാര്യങ്ങൾ മാത്രമേ താല്പര്യങ്ങൾ ഉണ്ടാവുള്ളൂ, വളരെ ഈഗോസെൻട്രിക് ആയിരിക്കും കുട്ടി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൈക്കോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ആ ഒരു ബിഹേവിയറിനെ എന്ത് ചെയ്യുക? മോഡിഫൈ ചെയ്യുന്നത് എന്താണ്? എങ്ങനെയാണ്? എന്നിട്ട് മോഡിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് വാല്യൂസൊക്കെ അക്വയർ ചെയ്യുന്നത് എങ്ങനെയാണ്? സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കൂടിയാണ്. നെക്സ്റ്റ് വൺ, എവറി ഇൻഡിവിജ്വൽ ഗെറ്റ്സ് മോട്ടിവേറ്റഡ് ടു ഫുൾഫിൽ പൊട്ടൻഷ്യൽസ് ആൻഡ് അറ്റൈൻ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ സാറ്റിസ്ഫൈങ് ഹിസ് പേഴ്സണൽ നീഡ്സ് ആൻഡ് ഫോർ സെക്യൂറിങ് ഹിസ് പൊസിഷൻ ആൻഡ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. ഓരോ വ്യക്തിക്കും അഭിപ്രായമുണ്ട്. എന്തിനാ? ആ ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള അന്തർലീനമായി കിടക്കുന്ന കഴിവുകൾ, ഇന്നേറ്റ് പൊട്ടൻഷ്യൽസ്, അത് ഫുൾഫിൽ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എല്ലാ വ്യക്തിക്കും ഉണ്ടാകുന്നു. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത് അറ്റൈൻ ചെയ്യാൻ, അതുപോലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പിന്നെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വളർച്ചയും വികാസവും പ്രാപിക്കാൻ, അന്തർലീനമായി കിടക്കുന്ന കഴിവുകളെ വികസിപ്പിക്കാൻ, എന്തിന്? ഫോർ സാറ്റിസ്ഫൈങ് ഹിസ് പേഴ്സണൽ നീഡ്സ്, അയാളുടെ ആ വ്യക്തിയുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ? തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഫോർ സെക്യൂറിങ് ഹിസ് പൊസിഷൻ ആൻഡ് സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി. അത് മാത്രമല്ല, ഒരു സൊസൈറ്റിയിൽ, ഒരു സമൂഹത്തിൽ ആ വ്യക്തിയുടെ എന്താണ് സ്ഥാനം, സ്റ്റാറ്റസും ഒക്കെ എന്ത് ചെയ്യാണ്? സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ വ്യക്തിക്കും അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും, സ്വന്തം കഴിവുകൾ വികസിപ്പിക്കാനും പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് അക്വയർ ചെയ്യാനും. നെക്സ്റ്റ്, എ ന്യൂ ബോൺ ചൈൽഡ് ഈസ് മോസ്റ്റ്ലി എ ബയോളജിക്കൽ ഓർഗാനിസം ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ വിൽ ബി നോർമലി ഗിയർഡ് ടുവേഴ്സ് എൻഷുറിങ് ബയോളജിക്കൽ എക്സിസ്റ്റൻസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നവജാത ശിശു എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും മോസ്റ്റ്ലി എ ബയോളജിക്കൽ ഓർഗാനിസം, വെറും ബയോളജിക്കലായിട്ടുള്ള ഒരു ജീവജാലം അല്ലേ? അതിന് ബയോളജിക്കൽ നീഡ്സ് മാത്രമേ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു വാസന അപ്പം ഉണ്ടാവുള്ളൂ. ആൻഡ് ഇറ്റ്സ് ബിഹേവിയർ വിൽ ബി നോർമലി ഗിയർഡ് ടുവേഴ്സ് എൻഷുറിങ് ബയോളജിക്കൽ എക്സിസ്റ്റൻസ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ബയോളജിക്കലായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ബിഹേവിയർ എന്ത് ചെയ്യാണ്? ഗിയർ ചെയ്യപ്പെടുക, നയിക്കപ്പെടുകയാണ്. ദ ബയോളജിക്കൽ ഇൻഡിവിജ്വൽ ഗെറ്റ്സ് ഹ്യൂമനൈസ്ഡ് ബൈ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ. പിന്നെ എപ്പോഴാണ് ഇവൻ്റെ ബയോളജിക്കലായിട്ടുള്ള ഇൻഡിവിജ്വലിനെ പിന്നെ അവനെന്താണ് ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറ്റുന്നത്? അത് ബൈ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷനാണ്. സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ കൂടിയാണ് ആ ബയോളജിക്കൽ ഇൻഡിവിജ്വലിന് എന്താണ് സോഷ്യൽ ഇൻഡിവിജ്വലായിട്ട് മാറ്റുന്നത്. ബൈ മീനിങ്ഫുൾ ഇൻറ്ററാക്ഷൻ വിത്ത് ദ സൊസൈറ്റി ഇൻ ട്യൂൺ വിത്ത് സോഷ്യൽ ഐഡിയൽസ് ആൻഡ് വാല്യൂസ്, ദ ബയോളജിക്കൽ ഇൻഡിവിജ്വൽ ഡെവലപ്സ് എ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി. അർത്ഥവത്തായ ഇടപെടലുകൾ കൂടി, സമൂഹത്തിലെ ഇടപെടൽ കൂടി, ഇൻ ട്യൂൺ വിത്ത് സോഷ്യൽ ഐഡിയൽസ് ആൻഡ് വാല്യൂസ്, സാമൂഹ്യമായിട്ടുള്ള ആദർശങ്ങളും അതുപോലെ മൂല്യങ്ങളും അതിനോട് ഒത്തുപോകുന്ന രീതിയിലുള്ള എന്താണ് ഫലപ്രദമായ അർത്ഥവത്തായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടി ബയോളജിക്കൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യാണ്? ദ ബയോളജിക്കൽ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്യാണ് എ സെൽഫ് കോൺസെപ്റ്റ്, സ്വന്തമായിട്ടൊരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. ആൻഡ് ഫോസ്റ്റേഴ്സ് എ സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി, അങ്ങനെയാണ് അവൻ ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നത്. നമ്മൾ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, വളരെ വിശാലമായിട്ട് നമ്മൾ സൈക്കോളജി ഡിസ്കസ് ചെയ്തതാണ് എറിക്സൻ്റെ തിയറിയിൽ. ഓക്കെ, അതുപോലെ റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ദിസ് ഐഡിയൽ സെൽഫ് ഡെവലപ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് എസ്റ്റീം ആൻഡ് ദസ് റെഗുലേറ്റ്സ് ഹിസ് ബിഹേവിയർ. ദിസ് ഐഡിയൽ സെൽഫ് ഡെവലപ്സ് ഇൻ ദ ഇൻഡിവിജ്വൽ സെൽഫ് റെസ്പെക്ട്. ഈ ഐഡിയൽ സെൽഫാണ് എന്ത് ചെയ്യുന്നത്? ഒരു വ്യക്തിയിൽ സെൽഫ് റെസ്പെക്റ്റ്, സ്വന്തത്തോടുള്ളൊരു ബഹുമാനം ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് സെൽഫ് എസ്റ്റീം, സ്വയം ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുന്നത്.
ഈ ഐഡിയൽ സെൽഫ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് എന്തുള്ളൂ, സ്വന്തമായിട്ട് സ്വയം തന്നെ സ്വന്തത്തെ ബഹുമാനിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ സ്വന്തത്തെക്കുറിച്ചുള്ള ഒരു മതിപ്പുണ്ടാവുകയുള്ളൂ. ഞാൻ എല്ലാത്തിനും എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, ഞാൻ മോശക്കാരനല്ല, എനിക്ക് ഇന്നൊക്കെ പ്രാപ്തികളുണ്ട് എന്നൊക്കെ ഒരു തോന്നൽ വന്ന് സെൽഫ് എസ്റ്റീം, ഒരു സ്വയം മതിപ്പുണ്ടാക്കിയെടുക്കും. ആൻഡ് ദസ് റെഗുലേറ്റ്സ് ഹിസ് ബിഹേവിയർ. അങ്ങനെ ആ വ്യക്തിയുടെ ബിഹേവിയർ എന്ത് ചെയ്യുന്നു, റെഗുലേറ്റ് ചെയ്യുന്നു, ക്രമീകരിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, സോഷ്യലൈസേഷൻ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദ സൊസൈറ്റി. ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് എന്താണ് സാമൂഹ്യവൽക്കരണം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സമൂഹത്തിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് വെച്ചുകൊണ്ട് എന്താണ് സാമൂഹ്യവൽക്കരണം എന്നുള്ളതാണ്. എവറി സൊസൈറ്റി എക്സിസ്റ്റ് ആസ് എ നോബിൾ എൻറ്റിറ്റി ബിക്കോസ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്സ് കൾച്ചറൽ ഹെറിറ്റേജ്. ഏതൊരു സമൂഹത്തിനും ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉണ്ടാവും, സാംസ്കാരിക പാരമ്പര്യം. അങ്ങനെയാണ് ഒരു മാന്യമായൊരു എൻറ്റിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു സൊസൈറ്റി നിലനിൽക്കുന്നത്. ഇഫ് ദിസ് സ്ട്രെങ്ത് ഹാസ് ടു ബി സസ്റ്റെയിൻ, കൾച്ചർ ഹാസ് ടു ബി പ്രിസർവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ദ ഫ്യൂച്ചർ ജനറേഷൻ. ഈ സ്ട്രെങ്ത്തിനെ നമുക്ക് നിലനിർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ആ സമൂഹത്തിൻ്റെ കൾച്ചറ്, സംസ്കാരം എന്ത് ചെയ്യണം, സംരക്ഷിക്കപ്പെടണം. ഹാസ് ടു ബി പ്രിസർവ്ഡ്, പിന്നെയോ ആൻഡ് ട്രാൻസ്മിറ്റഡ്, വ്യാപിപ്പിക്കപ്പെടണം ടു ദ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറയ്ക്ക്. അപ്പോൾ ആ ഒരു എൻറ്റിറ്റി, ഒരു നോബൽ എൻറ്റിറ്റി എന്ത് ചെയ്യണം, നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ ആ കൾച്ചറിന് എന്ത് ചെയ്യണം, സംരക്ഷിക്കുകയും അത് സംരക്ഷിക്കപ്പെടുകയും അതുപോലെ തന്നെ അത് വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് ടു ദ ഫ്യൂച്ചർ ജനറേഷൻ, ഭാവി തലമുറകളിലേക്ക്. അപ്പോഴേ സ്ഥായി ആ നിലനിൽപ്പ് ആ കൾച്ചറിനുണ്ട്, ആ സമൂഹത്തിനുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ സോഷ്യലൈസേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ സോഷ്യൽ നോംസ്, കസ്റ്റംസ് ആൻഡ് ടാബൂസ് ആർ പ്രിസർവ്ഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി സോഷ്യലൈസേഷൻ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. സാമൂഹ്യവൽക്കരണം ഒരു പ്രക്രിയയാണ്. അതിൽ കൂടി എന്ത് ചെയ്യുന്നു, ബൈ വിച്ച് ദ സോഷ്യൽ നോംസ്, കസ്റ്റംസ് ആൻഡ് ടാബൂസ്, സാമൂഹ്യമായിട്ടുള്ള മാനദണ്ഡങ്ങളെ, കീഴ്വഴക്കങ്ങളെ, വിലക്കുകളെ, ആൻഡ് ടാബൂസ് എന്ന വിലക്കുകൾ, ആർ പ്രിസർവ്ഡ്, അവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നു. ആൻഡ് ട്രാൻസ്മിറ്റഡ്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, അത് അടുത്ത തലമുറയിലേക്ക് വ്യാപിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. This linking with the social heritage attained through the process of socialization develops among the members of the society a sense of we feeling and sense of belonging, and thus helps in sociological integration. ഇങ്ങനൊരു ലിങ്ക്, അതെ, ഈ സോഷ്യൽ ഹെറിറ്റേജുമായി, സാംസ്കാരിക പാരമ്പര്യമായിട്ടുള്ള ഒരു ലിങ്ക് ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അറ്റൈൻ ത്രൂ ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണ പ്രക്രിയയിൽ കൂടി നേടിയെടുത്തത്. ഡെവലപ്സ് എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി, ആ സൊസൈറ്റിയിലെ സമൂഹത്തിലെ അംഗങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നത് എ സെൻസ് ഓഫ് വി ഫീലിംഗ്, ഒരു വി ഫീലിംഗ്, നമ്മുടെ സംസ്കാരം, നമ്മുടെ സമൂഹം എന്നുള്ള ഒരു വി ഫീലിംഗ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് സെൻസ് ഓഫ് ബിലോങ്ങിങ്, ആ സമൂഹത്തോടുള്ള നമുക്കുള്ളൊരു കൂറ്, നമ്മുടേതാണ് ഈ സമൂഹം എന്നുള്ള ഒരു ബിലോങ്ങിങ്നെസ്. ആൻഡ് ദസ് ഹെൽപ്സ് ഇൻ സോഷ്യോളജിക്കൽ ഇൻ്റഗ്രേഷൻ. അങ്ങനെയാണ് സാമൂഹ്യമായ ഒരു ഉത്ഗ്രഥനത്തിന് ഇത് സഹായിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ദിസ് ആക്ട്സ് ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് ഫോർ ദ മെമ്പേഴ്സ് ടു വർക്ക് ഫോർ ദ ജനറൽ വെൽഫെയർ ഓഫ് ദ ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് ആൻഡ് ദ സൊസൈറ്റി. ഈ ഒരു സംഭവം എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു ആസ് എ മോട്ടിവേറ്റിംഗ് ഫോഴ്സ്, ഒരു അഭിപ്രേരണ നൽകുന്ന ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പ്രക്രിയ പ്രവർത്തിക്കുന്നു. ഫോർ ദ മെമ്പേഴ്സ് ടു വർക്ക് ഫോർ ദ ജനറൽ വെൽഫെയർ ഓഫ് ദ ഇമ്മീഡിയറ്റ് ഗ്രൂപ്പ് ആറ്റ് ദ സൊസൈറ്റി, പൊതുവായ ക്ഷേമത്തിന് വേണ്ടി, ഇപ്പോഴുള്ള സൊസൈറ്റിയുടെയും ഇപ്പോഴുള്ള ഇമ്മീഡിയറ്റ് ഗ്രൂപ്പിൻ്റെയും അതുപോലെ സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള വെൽഫെയറിന് വേണ്ടി, ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മോട്ടിവേറ്റിംഗ് ഫോഴ്സായിട്ട്, ഒരു അഭിപ്രേരണ നൽകുന്ന ശക്തിയായിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സംഭവങ്ങൾ, ഈ ബി ഫീലിംഗ്, ബിലോങ്ങിങ്നെസ് ഉണ്ടാക്കിയെടുക്കുന്ന ഈ സംഭവങ്ങൾ എന്ത് ചെയ്യുന്നു, ആക്ട് ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു.
ദിസ് പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് മെയ്ഡ് പോസിബിൾ ഇൻ 2 ways. ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയ രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട്. ഒന്നാമതായി ഡെലിബറേറ്റ് സോഷ്യലൈസേഷൻ, രണ്ടാമതായിട്ട് അൺകോൺഷ്യസ് സോഷ്യലൈസേഷൻ. ഇൻ ഡെലിബറേറ്റ് സോഷ്യലൈസേഷൻ ടെക്നിക്സ് ലൈക്ക് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്സ് ആർ യൂസ്. ഡെലിബറേറ്റ് നമുക്കറിയാലോ, നമ്മൾ കരുതിക്കൂട്ടി ബോധപൂർവമായിട്ട് ചെയ്താണ് ഡെലിബറേറ്റ് സോഷ്യലൈസേഷൻ ടെക്നിക്സിൽ എന്താണ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ റിവാർഡ് കൊടുക്കുന്നു, നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു, അതിന് സമ്മാനം കൊടുക്കുന്നു, അല്ലെങ്കിൽ അഭിനന്ദിക്കുകയൊക്കെ ചെയ്യും. മോശപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല കുട്ടിയിൽ നിന്നും ഉണ്ടാകുന്നത് പ്രതികരണം വെച്ചാൽ, നമ്മൾ വാല്യൂസ് അക്വയർ ചെയ്യുമ്പോഴും അതുപോലെ സ്കിൽസ് അക്വയർ ചെയ്യുമ്പോഴൊക്കെ എന്താണ് പ്രതീക്ഷിക്കുന്നതല്ലാത്ത ഒരു പ്രതികരണം വരുമ്പോൾ പണിഷ്മെൻറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റിവാർഡും പണിഷ്മെൻറ്റും ഉപയോഗിച്ചുകൊണ്ടാണ് ഡെലിബറേറ്റ് സോഷ്യലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ ചെറിയൊരു കുട്ടികളാണെങ്കിൽ ചീത്ത പറയുമ്പോൾ തെറ്റാണല്ലോ, ടാബൂസാണ്, വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പം അത് ചെറുതായിട്ട് അതിന് പണിഷ്മെൻ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അവർ തിരിച്ച് ചീത്ത പറയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു ധാരണ അവനുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഡെലിബറേറ്റ് സോഷ്യലൈസേഷനാണത്, ബോധപൂർവമാണ്. അതിൽ പേരൻസും ടീച്ചേഴ്സും സമൂഹത്തിലുള്ള ആളുകളൊക്കെ വളരെ ഡെലിബറേറ്റായിട്ട് എന്ത് ചെയ്യുന്നു, ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ട്. എന്നാലോ ഇൻ അൺകോൺഷ്യസ് സോഷ്യലൈസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ലീഡേഴ്സ് ആൻഡ് പേഴ്സണാലിറ്റീസ് ഡോമിനേറ്റ്. ബോധപൂർവമല്ലാത്ത സാമൂഹ്യവൽക്കരണത്തിലെ പ്രധാനമായിട്ടും നേതാക്കന്മാർ, അതുപോലെ നല്ല പേഴ്സണാലിറ്റീസ്, അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അനുകരിക്കുന്ന ഒരു രൂപത്തിലേക്ക് ആണ് വ്യക്തി പോവുക. അപ്പം നല്ല മാതൃക കാണിക്കുന്ന ആളുകൾ, അപ്പോൾ ലീഡേഴ്സ്, അതുപോലെ തന്നെ നല്ല പേഴ്സണാലിറ്റീസ്, അതുപോലെ പേരൻസ് വരും, ടീച്ചേഴ്സ് വരും, മറ്റ് സമൂഹത്തിലുള്ള മറ്റെല്ലാ മേഖലയിലുള്ള ആളുകൾ വരും, ലീഡേഴ്സ്, സാമൂഹ്യ പ്രവർത്തകർ വരും, ജീവകാരുണ്യ പ്രവർത്തകർ വരും, ഒക്കെ വരും. രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ നേതാക്കന്മാരൊക്കെ ഉണ്ടാവല്ലോ, എല്ലാം വരും ഇതിനകത്ത്. അവരൊക്കെ നല്ല ക്വാളിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യും. അവരുടെ പേഴ്സണാലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഇവർ അക്വയർ ചെയ്യാണ്, അവർ പിടിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മളെപ്പോഴും കുട്ടിയൊക്കെ എന്താണ് ഒരു റോൾ മോഡൽ ആവണം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടി എന്ത് ചെയ്യുക, നമ്മുടെ പ്രത്യേകിച്ച് ടീച്ചേഴ്സും പാരൻസും നമ്മളുടെ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് കുട്ടി എന്ത് ചെയ്യുന്നത്, സോഷ്യലൈസ് ചെയ്യപ്പെടുന്നത്, നല്ലതും ചീത്തയും തിരിച്ചറിയുന്നത്, സമൂഹത്തിൽ ഉത്തമ പൗരനായി ജീവിക്കാൻ ആവശ്യമായ ശേഷികളും ധാരണകളും മനോഭാവങ്ങളും കുട്ടി വികസിപ്പിക്കുന്നത് ഇമിറ്റേഷനിൽ കൂടിയാണ്. മറ്റുള്ള വ്യക്തികളെ അവർ നിരീക്ഷിച്ചിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പം കുട്ടിയൊക്കെ എപ്പോഴും നല്ല മാതൃക, നല്ല മൂല്യങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു മാതൃകയായിരിക്കണം എപ്പോഴും നമ്മൾക്ക്, പ്രത്യേകിച്ച് പേരൻസും ടീച്ചേഴ്സും കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്കിനി എഡ്യൂക്കേഷനും സോഷ്യലൈസേഷനും തമ്മിലുള്ള എന്താണ് ബന്ധം നോക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ. സോഷ്യോളജിക്കൽ എഡ്യൂക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സോഷ്യലൈസിങ് ദ ചൈൽഡ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യോളജിക്കലായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്, കുട്ടിയെ സാമൂഹ്യവൽക്കരിക്കുന്ന ഒരു പ്രക്രിയയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ്. എഡ്യൂക്കേഷൻ ഹാസ് ടു പെർപച്വേറ്റ് ദ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് വിച്ച് ദ പ്രസൻറ്റ് ജനറേഷൻ ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ജനറേഷൻ ഓഫ് ദ പാസ്റ്റ്. എഡ്യൂക്കേഷൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള അതുപോലെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യങ്ങൾ നിലനിർത്തുക, സംരക്ഷിക്കുക, നിലനിർത്തുക, അത് മറ്റേ നെക്സ്റ്റ് തലമുറയിലേക്ക് എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിച്ച് ദ പ്രസൻറ്റ് ജനറേഷൻ ഹാസ് ഇൻഹെറിറ്റഡ് ഫ്രം ജനറേഷൻ ഓഫ് ദ പാസ്റ്റ്. ഈ നല്ല മൂല്യങ്ങൾ, ഈ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് പഴയ തലമുറയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, അത് നിലനിർത്തുകയും അതിലെ നല്ല വശങ്ങൾ അടുത്ത തലമുറയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. ദി സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൺസിസ്റ്റ്സ് ഓഫ് എക്സ്പീരിയൻസസ്, കസ്റ്റംസ് ആൻഡ് ദ വാല്യൂസ് ഓഫ് ദ പീപ്പിൾ. ഈ സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള പൈതൃകത്തിൽ എന്തൊക്കെ വരുന്നു, കുറേ അനുഭവങ്ങളുണ്ടാവും. എക്സ്പീരിയൻസസ്, അതുപോലെ കസ്റ്റംസ് ഉണ്ടാവും, കീഴ്വഴക്കങ്ങൾ വരും. ആൻഡ് ദ വാല്യൂസ്, നല്ല നല്ല മൂല്യങ്ങൾ. ആൻഡ് വാല്യൂസ് ഓഫ് ദ പീപ്പിൾ, ആളുകളുടെ നല്ല നല്ല മൂല്യങ്ങൾ വരും. ഇതെല്ലാം എന്ത് ചെയ്യാണ്, പ്രിസർവ് ചെയ്യുകയും അതുപോലെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. എഡ്യൂക്കേഷൻ ഹാസ് ഡെവലപ്പ് ന്യൂ സോഷ്യൽ പാറ്റേൺസ് ആൻഡ് ദിസ് പ്ലേ എ ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് റോൾ. അതുകൊണ്ട് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ സാമൂഹ്യ ശ്രേണി, ന്യൂ സോഷ്യൽ പാറ്റേൺ വികസിപ്പിച്ചെടുക്കുക ചെയ്യുന്നത് എഡ്യൂക്കേഷൻ.
ആൻഡ് ദിസ് പ്ലേ ക്രിയേറ്റീവ് ആൻഡ് കൺസ്ട്രക്റ്റീവ് റോൾ. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷനിൽ വളരെ സൃഷ്ടിപരമായിട്ടുള്ള ഒരു റോളുണ്ട്. എഡ്യൂക്കേഷൻ ക്രിയേറ്റീവായിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള റോള് നിർവഹിക്കുന്നുണ്ട്. Education is conceived as a social process carried out firmly by the formal educational agencies of the society, such as schools and colleges. എഡ്യൂക്കേഷൻ ഒരു സാമൂഹ്യ പ്രക്രിയയായിട്ട് ആണ് പരിഗണിക്കപ്പെടുന്നത്. carried out firmly by the formal educational agencies of the society. സമൂഹത്തിലുള്ള ഔപചാരികമായിട്ടുള്ള വിദ്യാഭ്യാസ ഏജൻസീസ് അവയിൽ കൂടി നടപ്പാക്കുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ്. സച്ച് ആസ് സ്കൂൾസ് ആൻഡ് കോളേജസ്. പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകളും. ഇതാണ് ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സ്ഥാപനങ്ങൾ സ്കൂളുകളും കോളേജുകളുമാണ്. ദേ ആർ ക്രിയേറ്റഡ് ബൈ ദ സൊസൈറ്റി ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജ് ടു ദ യങ്ങർ ജനറേഷൻ ഇൻ എ ഡിസൈറബിൾ ആൻഡ് ഡിസൈൻഡ് വേ. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, സ്കൂളുകളും കോളേജുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്, സമൂഹം സൃഷ്ടിച്ചിട്ടത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ദ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജ്. സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള നമ്മുടെ പൈതൃകങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ദ യങ്ങർ ജനറേഷൻ, പുതിയ തലമുറയിൽ. ഇൻ എ ഡിസൈറബിൾ ആൻഡ് ഡിസൈൻഡ് വേ. അഭിലഷണീയമായിട്ടുള്ള കൃത്യമായ ഒരു ഡിസൈനുള്ള ഒരു മാതൃക ഉള്ള ഒരു രൂപത്തിൽ അവയെ എന്താണ് ട്രാൻസ്മിറ്റ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ഹെറിറ്റേജിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥാപനങ്ങളായിട്ടാണ് ഈ സ്കൂളുകളെയും കോളേജുകളെയും സമൂഹം സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്കൂളുകളുടെയും കോളേജുകളുടെയും പ്രധാന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സോഷ്യലൈസേഷൻ പ്രോസസ്സിൽ കൂടി സമൂഹത്തിന് നിലവിലുള്ള കൾച്ചർ നമുക്ക് നമ്മുടെ മുൻ തലമുറയിൽ നിന്നും കിട്ടിയിട്ടുള്ള നല്ല വാല്യൂസ്, അതിൻ്റെ കൾച്ചറൽ ഹെറിറ്റേജ്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജിനെ പ്രിസർവ് ചെയ്യുകയും അത് അടുത്ത തലമുറയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ തലമുറയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവരിൽ അത് ഡെവലപ്പ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. നമ്മളെ സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ, ചുരുക്കി പറയുകയാണെങ്കിൽ, എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇംപ്ലിസിറ്റ് ആസ്പെക്റ്റ് ഓഫ് എനി സോഷ്യൽ സിസ്റ്റം. ഏതൊരു സാമൂഹ്യ വ്യവസ്ഥയിലും അതിൻ്റെ ഉള്ളിലുള്ള ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊരു സോഷ്യൽ സിസ്റ്റത്തിലും അന്തർലീനമായി കിടക്കുന്ന ഒന്നാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എയിംസ് അറ്റ് ദ സോഷ്യലൈസേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ. എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയുടെ സാമൂഹ്യവൽക്കരണമാണ് ലക്ഷ്യമിടുന്നത്. എഡ്യൂക്കേഷൻ ബ്രിങ്സ് അബൌട്ട് ദ ഡിസൈർഡ് ബിഹേവിയറൽ ആൻഡ് ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസ്. എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? അഭിലഷണീയമായിട്ടുള്ള ബിഹേവിയറലായിട്ടും സ്വഭാവ രൂപീകരണത്തിലും അതുപോലെ ആറ്റിറ്റ്യൂഡൽ ചേഞ്ചസ്, മനോഭാവത്തിലുള്ള മാറ്റങ്ങളും അത് എന്ത് ചെയ്യുന്നു? ഉണ്ടാക്കിയെടുക്കുന്നു കുട്ടികളിൽ. എഡ്യൂക്കേഷൻ അഡോപ്റ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജി ടു ഇംപ്രൂവ് ഇറ്റ്സ് ഫങ്ഷനിങ്. എഡ്യൂക്കേഷൻ്റെ ധർമ്മം ശരിയായ രീതിയിൽ നിർവഹിക്കാൻ സോഷ്യോളജിയിലെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളാണ് എന്ത് ചെയ്യുന്നത്? എഡ്യൂക്കേഷൻ സ്വീകരിക്കുന്നത്, അഡോപ്റ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷൻ അറ്റംപ്റ്റ്സ് ടു മോൾഡ് ഹ്യൂമൻ നേച്ചർ ഇൻ ദ ഡയറക്ഷൻ പ്രൊവൈഡഡ് ബൈ സോഷ്യോളജിക്കൽ ഇന്നോവേഷൻസ്. സോഷ്യോളജിക്കലായിട്ട് പുതിയ പുതിയ ഇന്നോവേഷൻസ്, പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളൊക്കെ നടത്തി കണ്ടെത്തിയ കാര്യങ്ങൾ, ഇന്നോവേഷൻസ്, അവയിൽ കൂടി കിട്ടിയ കാര്യങ്ങൾ, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്? ഹ്യൂമൻ നേച്ചറിനെ എന്താണ്? മോൾഡ് ചെയ്യാണ്, മാറ്റിയെടുക്കുകയാണ്. അതാണ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഇംപ്ലൈസ് ഡെവലപ്പിംഗ് ഇൻഡിവിജ്വൽസ് ആസ് സോഷ്യലി എഫിഷ്യൻറ്റ് ഇൻഡിവിജ്വൽസ്. എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു? ഇൻഡിവിജ്വൽസിനെ, അതായത് വ്യക്തികളെ സമൂഹത്തിന് ഉപകരിക്കുന്ന ഉത്തമ എഫിഷ്യൻ്റായിട്ടുള്ള പൗരന്മാരായിട്ട്, വ്യക്തികളായിട്ട് എന്ത് ചെയ്യുന്നു? മാറ്റിയെടുക്കാൻ വേണ്ടി, വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഇത്രയാണ് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. മെയിൻ പോയിൻറ്റ്സുകളൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ലൈഡ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒരുപാട് സോഴ്സിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെ മെയിൻ പോയിൻറ്റ്സുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഇനി ഇതിൽ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്, കഴിഞ്ഞ ടോപ്പിക്കിൽ തന്ന പോലെ. സോഷ്യലൈസേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. പിന്നെ കുറച്ച് ഡെഫിനിഷൻസ്, പ്രധാനപ്പെട്ട സോഷ്യോളജിസ്റ്റുകളെ കുറച്ച് ഡെഫിനിഷൻസ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ചെറിയ എക്സ്പ്ലനേഷൻ നിങ്ങൾ എഴുതിയിട്ട് സെൻഡ് ചെയ്യണം. അത് ഞാൻ
ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഞാൻ അതിൻ്റെ ടാസ്ക് ഇട്ട് തരാം കേട്ടോ, അസൈൻമെൻറ്റ് എങ്ങനെ കേട്ടോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.